വെൽക്കം ടു ഇയർ ആൻഡ് പ്രോസസ്. മാർച്ച് 31 ആകുമ്പോൾ സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇയർ ആൻഡ് പ്രോസസ് ചെയ്യാൻ സമയമായി എന്നുള്ള ഒരു പോപ്പപ്പ് വരുന്നുണ്ടാവും. ഈ സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യാറായി എന്നുള്ളതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ്. ട്രാൻസാക്ഷൻസ് എല്ലാം കഴിഞ്ഞെങ്കിൽ യെസ് കൊടുക്കാം. യെസ് കൊടുക്കുമ്പോൾ ഒരു രജിസ്റ്റേർഡ് നമ്പറിലേക്ക് ഒരു OTP പോകുന്നതായിരിക്കും. ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ലേറ്റർ കൊടുത്തതിന് ശേഷം നിങ്ങൾ ട്രാൻസാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ വിൻഡോ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് യെസ് കൊടുത്ത് OTP ഇവിടെ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ വരുന്നുണ്ടാവും. ഇവിടെ കുറേ ഇൻഫർമേഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. നമ്പർ മാത്രം റീസെറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ വിത്ത് ബേസിക് നമ്പർ റീസെറ്റ് മാത്രം കൊടുക്കാം. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രോസസ്സ് കൊടുത്തിട്ട് എപ്പ് കൊടുക്കുക. സ്റ്റോക്ക് ട്രാൻസ്ഫേഴ്സ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതെല്ലാം അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും വന്ന് ഈ പ്രോസസ്സ് ചെയ്യുക. എക്സിക്യൂട്ടീവ് എപ്പ് ചെയ്യുന്ന സമയത്ത് അല്പസമയം പ്രോസസ്സ് ഉണ്ട്. ഇത് നമ്മുടെ പഴയ ഫിനാൻഷ്യൽ ഇയറിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ക്ലോസിംഗ് ബാലൻസുകൾ പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഓപ്പണിങ്ങിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. നമ്പർ റീസെറ്റ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമ്പേഴ്സ് എല്ലാം റീസെറ്റ് ആവും. എക്സിസ്റ്റിംഗ് ട്രാൻസാക്ഷൻസ് എല്ലാം അതുപോലെ ഉണ്ടാവും. നമ്പർ മാത്രമായിരിക്കും റീസെറ്റ് ആയി വരുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്തത് ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ്. അതൊരു പുതിയ ഡേറ്റാബേസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പഴയതിലുള്ള ക്ലോസിംഗ് ബാലൻസുകളെല്ലാം ജനറേറ്റ് ചെയ്ത് പുതിയതിലേക്ക് മാറ്റും. ഇയർ ആൻഡ് പ്രോസസ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു മെസ്സേജ് താഴെ വരുന്നുണ്ടാവും. അത് വന്നു കഴിയുമ്പോൾ ഇയർ ആൻഡ് പ്രോസസ് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് അർത്ഥം. കഴിഞ്ഞ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഒരു ബാക്കപ്പും എടുക്കുന്നുണ്ടാവും. അവിടെ ഓക്കെ കൊടുക്കുക. ന്യൂ ഫിനാൻഷ്യൽ ഇയർ ഒരു ഐക്കൺ ഡെസ്ക്ടോപ്പിൽ പുതുതായിട്ട് വന്നിട്ടുണ്ടാവും. ഇത് രണ്ട് ഐക്കൺ ആയിട്ടുണ്ടാവും. പഴയത് ഡേറ്റ പഴയ ഫിനാൻഷ്യൽ ഇയറിലേക്കും പുതിയ ഐക്കണിൽ പുതിയതും കിട്ടും. പഴയത് നമുക്ക് കൺഫ്യൂഷനായി പഴയതിൽ കയറി ഡേറ്റ എൻ്റർ ചെയ്ത് പോകാതിരിക്കാൻ പഴയത് ഓപ്പൺ ചെയ്യുമ്പോൾ മെനു എല്ലാം ഒരു റെഡ് കളറിലേക്ക് മാറിയിട്ടുണ്ടാവും. അത് കാണുമ്പോൾ മനസ്സിലാക്കുക ഇത് പഴയ ഫിനാൻഷ്യൽ ഇയറിലാണ്. ഇതിൽ എൻ്റർ ചെയ്യുന്ന ഡേറ്റ ഇനി ഒരിക്കലും പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് ട്രാൻസ്ഫർ ആയി വരില്ല. പുതിയ ഫിനാൻഷ്യൽ ഇയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെനു എല്ലാം ആസ് ഇറ്റ് ഈസ് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ വളരെ നോർമലായിട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് കാണുന്ന സമയത്താണ് നമുക്ക് ഫിനാൻഷ്യൽ ഇയറിൻ്റെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ അതിൻ്റെ ടൈറ്റിലിൽ ഫിനാൻഷ്യൽ ഇയറിൻ്റെ സഫിക്സ് ഉണ്ടാവും. 25-26 എന്നുള്ള സഫിക്സ് ഉണ്ടാവും. നമ്പേഴ്സ് എല്ലാം നോക്കുക. എല്ലാ നമ്പറും റീസെറ്റ് ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലുള്ള ക്ലോസിംഗ് ബാലൻസുകളെല്ലാം ഈ പുതിയ ഐക്കണിലുള്ള ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയി വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ സ്റ്റോക്കും അക്കൗണ്ട് ബാലൻസുകളും എല്ലാം ഇതുവഴി ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഇയർ ആൻഡ് പ്രോസസ്സ്. ഇത് ഇൻഫോട്രെയിനിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ യൂസ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഓട്ടോമാറ്റിക് ഇയർ ആൻഡ് പ്രോസസ് ഫെസിലിറ്റി ഉള്ളത്. മാർച്ച് 31 ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലൊരു പോപ്പപ്പ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇൻഫോ ലാബിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നമ്മുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് മാനുവലി ചെയ്തു തരുന്നതായിരിക്കും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഇല്ലെങ്കിൽ ഇൻഫോ ലാബിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് മുകളിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വന്നാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ തരും.